കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിട്ടു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ നടപടി. CPM ബ്രാഞ്ച് സെക്രട്ടറി പ്രസിഡന്റായിരുന്ന ഉപദേശക സമിതിയാണ് പിരിച്ചുവിട്ടത്. ജനം TV ബിഗ് ഇംപാക്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ. മാർച്ച് 10-ാം തീയതിയായിരുന്നു ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വിശ്വാസികളെയൊക്കെ നൊമ്പരമേൽപ്പിച്ചുകൊണ്ടുമുള്ള ഇത്തരത്തിലൊരു സംഗീത പരിപാടി ഈ ക്ഷേത്രവേദിയിൽ അരങ്ങേറിയത്. ഈ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനിടെയായിരുന്നു സംഭവം. ഈ വേദിയിൽ തന്നെ ഈ പാട്ടിനൊപ്പം DYFIയുടെ പതാകകളും അതോടൊപ്പം തന്നെ CPMന്റെ ചിഹ്നവും പ്രദർശിപ്പിച്ചു. തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ജനം TV ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്ത ആദ്യം പുറത്തുവിടുകയായിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ ഹൈക്കോടതി ഈ സംഭവം പരിഗണിച്ചിരുന്നു. അതിൽ തന്നെ വലിയ വിമർശനമാണ് ദേവസ്വം ബോർഡിനും ഒപ്പം ഉപദേശക സമിതിക്കുമെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത്. ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പരിപാടികൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. പിന്നാലെയാണ് നടപടികൾ ഉണ്ടാവുന്നത്. അതായത് ആദ്യം തന്നെ ദേവസ്വം വിജിലൻസ് വിഭാഗം സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നാലെ ഈ ഗായകനായിട്ടുള്ള അലോഷിയെ 1-ാം പ്രതിയാക്കി കഴിഞ്ഞ ദിവസമാണ് കടക്കൽ പോലീസ് കേസെടുത്തത്. ഉപദേശക സമിതിയിലെ 2 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. തുടർന്നാണ് ദേവസ്വം ബോർഡ് ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുകൊണ്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അടക്കം ഇവർക്ക് പിന്തുണ നൽകി വന്നതായാണ്. ഇത് ആദ്യ സംഭവം മാത്രമല്ല, നേരത്തെയും അതായത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചു. വിപ്ലവഗാനങ്ങൾ പാടിയതായി ഗായകൻ തന്നെ നേരിട്ട് സമ്മതിച്ച്